നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ പഠനസഹായി വെച്ചൊന്ന് വാദപ്രതിവാദപരമായ രചനാരീതികളെക്കുറിച്ച് സംസാരിക്കാം അല്ലേ? നല്ല വിഷയം. എന്താണ് ഈ വാദിക്കുന്ന രീതി? പിന്നെ സാധാരണ വിവരണങ്ങളിൽ നിന്നും ഇതിനെന്താണ് വ്യത്യാസം? ലക്ഷ്യം സിമ്പിളാണ്. നിങ്ങൾക്കിതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടണം. അപ്പോൾ ഈ വാദിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയാ പ്രേരിപ്പിക്കുന്ന എഴുത്ത്, ആർഗ്യുമെന്റേറ്റീവ് അല്ലെങ്കിൽ പെർസ്വേസീവ് റൈറ്റിംഗ് എന്ന് പറയില്ലേ? അതെ. അതിന്റെ പ്രധാന ലക്ഷ്യം വായനക്കാരനെ നമ്മുടെ ഭാഗത്തേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതാണ് ശരിയെന്ന് തോന്നിപ്പിക്കുക എന്നതാണല്ലോ, അല്ലേ? അതെ അതെ. അതിന്റെ പിന്നില് യുക്തിയാണ് വേണ്ടത്, ലോജിക്. എന്നാ പിന്നെ ഈ വിവരണാത്മക രചന, അതായത് എക്സ്പോസിറ്ററി റൈറ്റിംഗ്, അത് വ്യത്യാസമുണ്ട്. അത് വിവരം തരാനേ നോക്കുന്നുള്ളൂ. ഓക്കെ. അല്ലാണ്ട് ഒരു അഭിപ്രായം അടിച്ചേൽപ്പിക്കുകയല്ല. അല്ല, പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്. ഒരു നല്ല വാദത്തിന് എന്തു വേണം? ശരിയാണ്, വിവരങ്ങൾ വേണം, ഫാക്ട്സ്. അതെ. അപ്പോ ഈ വിവരണ രീതി വാദത്തിന് നല്ലൊരു ബേസ് കൊടുക്കും. ഉദാഹരണം പറഞ്ഞാൽ, സ്ത്രീ വിമോചനത്തെക്കുറിച്ച് വാദിക്കുമ്പോൾ അതിന്റെ ഒരു ചരിത്രം പറയുന്നത് പോലെ. അത് തന്നെ, ശരിയാണ്. യുക്തിയാണ് മെയിനെങ്കിലും വായനക്കാരൻ, അതായത് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്ത് ശ്രദ്ധിക്കണം? വെറുതെ കേട്ടു വിശ്വസിക്കരുത്. മുന്നിൽ വരുന്ന തെളിവുകൾ അതൊന്ന് നോക്കണം, വിലയിരുത്തണം. പറയുന്ന കാര്യങ്ങൾ ശരിയാണോ, വല്ലതും വിട്ടുപോയോ, നമ്മളെ വെറുതെ എന്താ പറയാ ഇമോഷണലി അട്രാക്ട് ചെയ്യാൻ നോക്കുകയാണോ, ഇതൊക്കെ ശരിയാണ്. ഒരു വാദം കേൾക്കുമ്പോൾ നമ്മൾ സ്വയം ചില ചോദ്യങ്ങൾ ചോദിക്കണം. ഈ എഴുതുന്ന ആൾക്ക് ഇതിലെന്ത് വിവരമുണ്ട്? ഇവർ പറയുന്ന കണക്കൊക്കെ ശരിയാണോ? എന്നെ ഒരു പ്രത്യേക രീതിയിൽ ചിന്തിപ്പിക്കാൻ നോക്കുന്നുണ്ടോ? അപ്പോ ഒരു ഡിറ്റക്റ്റീവിനെ പോലെ. അതെ, കൃത്യം. തെളിവുകൾ പരിശോധിക്കണം. അത് കൊള്ളാം. അപ്പോ നമ്മളെ സ്വാധീനിക്കാൻ എഴുത്തുകാർ ഉപയോഗിക്കുന്ന ചില വഴികൾ ഇതിൽ പറയുന്നുണ്ടല്ലോ. തന്ത്രങ്ങൾ. ഒന്നാമത്തേത് ഈ സ്ഥാപിച്ചെടുക്കുന്ന വാദം, അസേർട്ടീവ് ആർഗ്യുമെന്റ്. ഒരു പൊതുസത്യം പോലെ അങ്ങ് പറയുക. സ്ത്രീകൾക്ക് പൊതുരംഗത്ത് തുല്യ അവസരം വേണം. ഇതിപ്പം ഒരു പ്രസ്താവനയല്ലേ? അതെ, കേൾക്കാൻ നല്ലതാണ്. പക്ഷേ എന്തുകൊണ്ട്? അവിടെയാണ് പ്രശ്നം. അതിന് തെളിവൊന്നും അവിടെ ഇല്ല. അപ്പോൾ ആ വാദത്തിന് അത്ര ബലം ഉണ്ടാവില്ല, പ്രത്യേകിച്ച് കേൾക്കുന്നയാൾക്ക് സംശയമുണ്ടെങ്കിൽ. ശരിയാണ്. അപ്പൊ അടുത്തത് കുറച്ചുകൂടി വിശദീകരിക്കുന്ന ഒന്നാണ്, ഉദാഹരണങ്ങളിലൂടെയുള്ള വാദം, ആർഗ്യുമെന്റ് ബൈ ഇല്ലസ്ട്രേഷൻ. ഉദാഹരണം വെച്ച് പറയാ. അതെ, ഒരു കാര്യം സ്ഥാപിക്കാൻ ഒരൊറ്റ ഉദാഹരണം അങ്ങ് വിശദീകരിക്കും. സിംഗപ്പൂരിലെ ആ വീട്ടമ്മയുടെ കാര്യം പോലെ. ഓർക്കുന്നു. ജോലിക്ക് വേറെയാള്, കുട്ടികളെ നോക്കാൻ വേറെയാള്. അതെ, പാചകത്തിനും ഡ്രൈവിങ്ങിനുമൊക്കെ വേറെയാള്. അങ്ങനൊരു ചിത്രം തരുന്നു. ഇത് കുറച്ചുകൂടി എന്താ പറയാ മനസ്സിലാക്കാൻ എളുപ്പമാണ്. ആ വീട്ടമ്മയുടെ അവസ്ഥ നമുക്ക് പിടികിട്ടും. പക്ഷേ ഓർക്കണം, ഇതൊരു സിംഗിൾ എക്സാമ്പിൾ മാത്രമാകാം. അത് ശരിയാണ്, ഒറ്റപ്പെട്ടതാവാം. അതെ. അത് വെച്ച് ഒരു വലിയ ഗ്രൂപ്പിനെക്കുറിച്ച് ഒരു ജനറലൈസേഷൻ നടത്തുന്നത് അതെപ്പോഴും ശരിയാവണമെന്നില്ല. അപ്പോ കൂടുതൽ ബലമുള്ള തെളിവ് വേണം. തീർച്ചയായും. അപ്പോ മൂന്നാമത്തെ രീതി വരുന്നത്, ഒരുപക്ഷെ ഏറ്റവും സ്ട്രോങ് ആയത്, വസ്തുതാപരമായ വാദം, ഫാക്ച്വൽ ആർഗ്യുമെന്റ്. ഇത് പ്രധാനപ്പെട്ടതാണ്. ഇവിടെ പിന്നെ സംശയമില്ല, കണക്കുകള്, വസ്തുതകള് അതങ്ങോട്ട് നിരത്തും. ബ്രിട്ടനിലെ ആ കണക്ക് 9 ദശലക്ഷം ജോലി ചെയ്യുന്ന സ്ത്രീകൾ, പക്ഷേ കുട്ടികളെ നോക്കാൻ ആകെ 466 നഴ്സറി മാത്രം. നോക്കൂ, ഇതിന്റെ ഒരു പവർ എന്താണെന്ന് വെച്ചാൽ വസ്തുതകളെ നമുക്ക് അത്ര പെട്ടെന്ന് തള്ളാൻ പറ്റില്ല. ശരിയാണ്. കൃത്യമായ കണക്ക് വരുമ്പോ ആ വാദത്തിന് നല്ല ഉറപ്പുവരും. ഇതാണ് യാഥാർത്ഥ്യം, ഇനി നിങ്ങൾ പറ എന്നൊരു രീതിയാണ്. ശരിയാണ്. ഇനി നാലാമതൊരു രീതിയുണ്ട്, ഖണ്ഡനം അല്ലെങ്കിൽ പ്രതിവാദം, റിഫ്യൂട്ടേഷൻ ഓർ കൗണ്ടർ ആർഗ്യുമെന്റ്. മറ്റൊരാളുടെ വാദത്തെ എതിർക്കുക. അതെ, അവരുടെ വാദത്തിലെ തെറ്റുകൾ അല്ലെങ്കിൽ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി അതിനെ വീക്കാക്കുക. ഉദാഹരണത്തിന്, സ്ത്രീകൾ ജോലിക്കു പോകുന്നതിനെക്കുറിച്ച് 2 വാദങ്ങൾ ഇതിൽ പറയുന്നുണ്ടല്ലോ. ഒന്ന് അവകാശത്തെക്കുറിച്ചും മറ്റേത് കുടുംബത്തെക്കുറിച്ചും. അപ്പോ ഒന്നിനെ ഖണ്ഡിക്കാൻ മറ്റേ വാദം ഉപയോഗിക്കാം. ഇവിടെയാണ് ഒരു മിടുക്കനായ എഴുത്തുകാരന്റെ കഴിവ് കാണുന്നത്. അതെങ്ങനെ? അയാൾ എന്തു ചെയ്യും? തന്റെ വാദത്തിനെതിരെ വരാൻ സാധ്യതയുള്ള എതിർപ്പുകളെ മുൻകൂട്ടി കാണും. ഓക്കേ. എന്നിട്ട് അതിനുള്ള മറുപടി കൂടി തന്റെ എഴുത്തിൽ ഒരു ഭാഗമായി ചേർക്കും. സ്ത്രീ വിമോചനം ചില യാഥാസ്ഥിതികരെ പ്രകോപിപ്പിക്കാം, ശരിയാണ്.
പക്ഷെ അതുകൊണ്ട് സമൂഹത്തിന് ഗുണമുണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ എതിർപ്പിനെ അംഗീകരിക്കുന്നുണ്ട്. എന്നിട്ട് സ്വന്തം വാദം സ്ഥാപിക്കുകയും ചെയ്യുന്നു. അതെ, ഇത് വായിക്കുന്ന ആൾക്ക് എഴുത്തുകാരനിലൊരു വിശ്വാസം കൂട്ടും. അത് വളരെ ശരിയാണ്. അപ്പോ ഒരു വാദം നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, ചുരുക്കി പറഞ്ഞാൽ എന്തിനാണ് വാദിക്കുന്നതെന്ന് ഒരു ഉറപ്പുണ്ടാവണം. അതെ, ഫോക്കസ് വേണം. വിഷയം പലതായി പോകാതെ നോക്കണം. എന്ത് തെളിവാണ് കൊടുക്കുന്നത്, എപ്പോ കൊടുക്കും എന്നൊരു പ്ലാൻ വേണം. ആവശ്യമെങ്കിൽ കുറച്ച് പശ്ചാത്തലം, ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ കൊടുക്കാം. നല്ലതാണ്. പിന്നെ എതിർവാദങ്ങളെ ലോജിക്കലായിട്ട് നേരിടണം. അതുതന്നെ. പിന്നെ വാക്കുകൾ വാക്കുകൾ ആശയങ്ങൾ കണക്ട് ചെയ്യാൻ അതുകൊണ്ട്, എങ്കിലും, മറിച്ചു പോലുള്ള സംയോജക പദങ്ങൾ, കണക്റ്റീവ്സ്. അതെ. പിന്നെ ആവശ്യമില്ലാത്ത വാക്കുകൾ ഒഴിവാക്കുകയും വേണം, അല്ലേ? തീർച്ചയായും. ക്ലാരിറ്റി വേണം. അപ്പോ നമ്മളിന്ന് എന്തൊക്കെയാ നോക്കിയത്? വാദപ്രതിവാദപരമായ രചന എന്താണ്, അതിന്റെ ലക്ഷ്യം, വിവരണത്തിലുള്ള വ്യത്യാസം, പിന്നെ ആ തന്ത്രങ്ങൾ സ്ഥാപിക്കൽ, ഉദാഹരണം, വസ്തുത, ഖണ്ഡനം. ഒരു വാദം എങ്ങനെ ഓർഗനൈസ് ചെയ്യാം എന്നതും. അതെ, അതും ചർച്ച ചെയ്തു. ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം, നിങ്ങൾ എന്തു വായിച്ചാലും ഈ തന്ത്രങ്ങളൊക്കെയൊന്ന് തിരിച്ചറിയാൻ നോക്കുക. എന്നിട്ട് അതിലെ യുക്തി, അതിലെ വസ്തുതകൾ, അതൊക്കെ ഒന്ന് ക്രിട്ടിക്കലായിട്ട് പരിശോധിക്കണം. ശരിയാണ്. കണ്ണടച്ച് വിശ്വസിക്കരുത്. അതെ, അതാണ് ശരിക്കും അറിവ് നേടുന്നതിന്റെ ഒരു വഴി. തീർച്ചയായും. അപ്പോൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾക്കൊന്ന് ആലോചിക്കാൻ ഒരു ചോദ്യം വിട്ടേച്ചു പോകാം. ആകാം. നമ്മൾ പറഞ്ഞു ശക്തമായ വാദങ്ങൾക്ക് വസ്തുതകൾ പ്രധാനമാണെന്ന്, അല്ലേ? അതെ. പക്ഷേ ഏതൊക്കെ വസ്തുതകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നു, അതെങ്ങനെ അവതരിപ്പിക്കുന്നു, ഇതിൽ പോലും നമ്മൾ അറിയാതെ ഒരു സ്വാധീനിക്കാനുള്ള ശ്രമം ഒളിഞ്ഞിരിപ്പില്ലേ? നല്ല ചോദ്യമാണ്. ഒരു കംപ്ലീറ്റ്ലി ന്യൂട്രലായ, നിഷ്പക്ഷമായ വസ്തുതാ അവതരണം, അത് ശരിക്കും സാധ്യമാണോ? ആലോചിക്കേണ്ട വിഷയമാണ്. അതെ. അപ്പോ ഒന്നാലോചിച്ചു നോക്കൂ. ഇന്നത്തേക്ക് വിട. നന്ദി.